ഇനി അടുത്ത് നമ്മൾ ലീഫിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലീഫ് എപ്പിഡെർമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ക്യൂട്ടനൈസ്ഡ് ആയിരിക്കും. സങ്കൻ സ്റ്റൊമാറ്റോ നമുക്ക് കാണാൻ സാധിക്കും. അത് ഹാപ്ലോസീലിക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വാസ്കുലർ ബണ്ടിൽ ഓഫ് ദി മിഡ്രിബ് ആൻഡ് ഓഫ് ദി ലീഫ് ട്രേസസ് ഡിപ്ലോസൈലിക്. അപ്പോൾ മിഡ്രിബിലുള്ള വാസ്കുലർ ബണ്ടിലും ലീഫ് ട്രേസസ് എന്താണ്, ഡിപ്ലോസൈലിക് ആയിരിക്കും. ദ സെൻട്രിഫ്യൂഗൽ സൈലം is separated from it by a parenchymatous zone. സെൻട്രിഫ്യൂഗൽ സൈലം അത് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു പാരൻകൈമറ്റസ് സോൺ വെച്ചിട്ടാണ്. അതിൽ സെമി സർക്കുലർ ഏരിയ ഓഫ് ട്രക്കീറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ കൺസിസ്റ്റ് ഓഫ് എ സെമി സർക്കുലർ ഏരിയ ഓഫ് ട്രക്കീറ്റ്സ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് എ ഫ്ലോയം. അതായത് ഒരു ഫ്ലോയം അസോസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഗീവ്സ് ആൻ ഐഡിയ ദാറ്റ് ഇറ്റ്സ് എ സെക്കൻഡറി. അതായത് സെക്കൻഡറി ഒറിജിൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്കതിലൂടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡയൂൺ എഡ്യൂളിൻ്റെ ലീഫിൻ്റെ വിയേഴ്സും കാണുന്നുണ്ട്. പിന്നെ ലോവർ എപ്പിഡെർമിസിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് സ്റ്റോമയും നമുക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് പിക്ചറിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ ക്യൂട്ടിക്കൽ എപ്പിഡെർമിസ് ക്യൂട്ടനൈസ്ഡ് ആണെന്ന് പറഞ്ഞില്ല. ക്യൂട്ടിക്കൽ കാണാം, എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, പാലിസേഡ് ലെയർ, സബ്മറൈസ്ഡ് സെൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ എപ്പിഡെർമിസിൻ്റെ ഭാഗത്ത് നമുക്ക് ക്യൂട്ടിക്കൽ പിന്നെ സ്റ്റൊമാറ്റ ഉണ്ടെന്നാണ് പറഞ്ഞത്. സങ്കൻ സ്റ്റൊമാറ്റ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. റിഗാർഡിംഗ് ദ സീഡ്ലിംഗ് അനാറ്റമി ടു സൈക്കിൾസ് ഹാവ് ഷോർട്ട് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേരിയേഷൻസ്. അപ്പോൾ അവർ സീഡ്ലിംഗ് അനാറ്റമി നമുക്ക് നോക്കുകയാണെങ്കിൽ അവർ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. സെറാറ്റോസാമിയ, ഡയൂൺ എഡ്യൂൾ, ഡയൂൺ സ്പൈനിലോസം ആൻഡ് സാമിയ. ദ വാസ്കുലർ സിലിണ്ടർ ഇൻ ദി കോട്ട്ലീഡിനർ നോഡ് ഇസ് പ്രോട്ടോസ്റ്റീൽ. അപ്പോൾ ആ കോട്ടിലിഡനറി നോഡിൻ്റെ അവിടെയുള്ള വാസ്കുലർ സിലിണ്ടറിൽ അവിടെ എന്താണ് ഇത് പ്രോട്ടോസ്റ്റീലായിരിക്കും. ഏതിൽ? സെറാറ്റോസാമിയ, സാമിയ, ഡയൂൺ എഡ്യൂൾ, ഡയൂൺ സ്പൈനിലോസ്റ്റലൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ലേറ്റർ ഇറ്റ് ബിക്കംസ് സൈഫോണോസ്റ്റീൽ ഡ്യൂ ടു ദി അപ്പിയറൻസ് ഓഫ് പിത്ത്. പിന്നെ അത് പിത്തിൻ്റെ അപ്പിയറൻസ് ആവുന്ന സമയത്ത് അത് സൈഫോണോസ്റ്റീലായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ദ കോട്ട്ലീഡനറി ട്രക്കേറ്റ്സ് ആൻഡ് the cotyledonary trays are endark first and then later become mesarc. അപ്പോൾ cotyledonary trays ആദ്യം endark ആയിരിക്കും, പിന്നെ അത് എന്താണ് mesarc ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻ സാമിയ ദ trays is mesarc first and later changes to an exarch condition. പക്ഷേ സാമിയയിൽ നമ്മുടെ ട്രേസ് ആദ്യം എന്താണ് mesarc ആയിരിക്കും, പിന്നീട് അത് exarch കണ്ടീഷൻസിലേക്ക് പോകുന്നതാണ് പറയുന്നത്. പിന്നെ മൈക്രോസൈക്കിൾസ് ദ സീലർ ഓർഗനൈസേഷൻ്റെ സീഡ്ലിംഗ് സ്റ്റേജസ് എൻഡാർക്ക് സൈഫോണോസ്റ്റീൽ. അതായത് മൈക്രോസൈക്കിൾസിൽ അതിൻ്റെ സീഡ്ലിംഗ് ഓർഗനൈസേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡാർക്കായിട്ടുള്ള സൈഫോണോസ്റ്റീലായിരിക്കും. പിന്നീട് അത് യൂസ്റ്റീലിക് ഓർഗനൈസേഷൻ അതിലേക്ക് ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ദ കോട്ട്ലിഡനറി ട്രേസസ് എൻഡാർക്ക് ഫസ്റ്റ് ആൻഡ് ലേറ്റർ ബിക്കം മെസാർക്ക് ടു എക്സാർക്ക്. അപ്പോൾ കോട്ട്ലിഡനറി ട്രേസ് ആദ്യം എൻഡാർക്കായിരിക്കും ഫസ്റ്റിൽ, പിന്നെ അത് എന്താണ് മെസാർക്കും അല്ലെങ്കിൽ എക്സാർക്കായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് റൂട്ട്. The root of cycads are very thick at their bases and are polyarch, having 8 xylem bundles alternating with 5 phloem bundles. അപ്പോൾ സൈക്കഡ്സിൻ്റെ റൂട്ട് ഭയങ്കര തിക്കായിരിക്കും ബേസിസിൽ, അത് പോളിയാർക്കായിരിക്കും. അതിൽ 8 സൈലം ബണ്ടിൽസിനെ ഓൾട്ടർനേറ്റ് 8 ഫ്ലോയം ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. They become thinner towards the apex and the number of bundles goes and decrease a dire condition is reached. അപ്പോൾ അവർ അപ്പെക്സിലേക്ക് പോകുന്തോറും എന്താണ് തിന്നറായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ബണ്ടിൽസ് എന്താണ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡയർ കണ്ടീഷൻ ആവണ വരെ അതിൻ്റെ നമ്പർ ബണ്ടിൽസിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പ്രൈമറി സൈലം എപ്പോഴും എക്സാർക്കായിരിക്കും. ദ ഓൾഡർ റൂട്ട്സ് വിച്ച് ഷോ അസസറി ക്യാമ്പിയൽ റിങ്സ് ദാറ്റ് ഗിവ് റൈസ് ടു കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഓഫ് സെക്കൻഡറി വുഡ്. അപ്പോൾ ഓൾഡർ റൂട്ട്സ് ഷോസ് അസസറി ക്യാമ്പിയൽ റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു കോൺസെൻട്രിക് സിലിണ്ടർ ഓഫ് സെക്കൻഡറി വുഡിനെയാണ് പിന്നീട് അത് റൈസപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദ റൂട്ട് എപ്പെക്സ് ഹാസ് കോമൺ ഇനീഷ്യൽ സോൺ ദാറ്റ് ഗീവ് റൈസ് ടു ഓൾ ടിഷ്യൂസ് ഇൻക്ലൂഡിങ് ദ മാസീവ് റൂട്ട് ക്യാപ്പ്. അപ്പോൾ നമ്മുടെ റൂട്ട് എപ്പെക്സിന് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇനീഷ്യൽ സോൺ ഉണ്ട്. അതായത് എല്ലാ ടിഷ്യൂസിനെ അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഇൻക്ലൂഡിങ് ദ നമ്മുടെ റൂട്ട് ക്യാപ്പ് അടക്കം ഉണ്ടാവുന്നത് അവിടെ നിന്നാണ് പറയുന്നത്. ഒരു നമ്മുടെ ഇനീഷ്യൽ സോണിൽ നിന്നുള്ള റൂട്ട് എപ്പെക്സിലെ ഇനീഷ്യൽ സോണിൽ നിന്നാണ് പറയുന്നത്. പിന്നെ കോറലോയിഡ് റൂട്ട്സ് ആർ പ്രസൻറ്റ് ഓൾമോസ്റ്റ് ഓൾ ദി ലിവിങ് ജെനർ ഓഫ് സൈക്കഡ്സിൻ്റെ എല്ലാ ലിവിങ് ജനറേഴ്സിലും നമുക്ക് കോറലോയിഡ് റൂട്ട് കാണാൻ സാധിക്കും. പിന്നെ കണ്ടെയ്ൻ എൻഡോഫൈറ്റിക് ബ്ലൂ ഗ്രീൻ ആൽഗെ ബിലോങ് ടു ജീനസ് അനബീന. അപ്പോൾ അനബീന ജീനസിൽ പെടുന്ന നമുക്ക് ബ്ലൂ ഗ്രീൻ ആൽഗെ, എൻഡോഫൈറ്റിക് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ നമുക്ക് ഈ കോറലോയിഡ് റൂട്ടിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്.
ഇറ്റ് ഒക്യൂസ് ഇൻ സം കോർട്ടിക്കൽ സെൽസ് ദാറ്റ് ആർ കമ്പാരേറ്റീവ്ലി ലാർജ് ഇൻ സൈസ്. അപ്പം നല്ല ലാർജ് സൈസുള്ള കോർട്ടിക്കൽ സെൽസിലാണ് മെയിനായിട്ട് ഇത് കാണപ്പെടുന്നത്. ദീസ് റൂട്ട്സ് ബ്രാഞ്ച് ഡൈക്കോട്ടമസ്ലി ആൻഡ് ആർ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. ഇത് ഡൈക്കോട്ടമസ്ലി ആണ് ബ്രാഞ്ച് ചെയ്യുന്നത്, അത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. പിന്നെ റൂട്ട് ക്യാപ്സ് കാണും, അത് ഏകദേശം ഒരു 4 സെല്ല് തിക്നെസ്സിലാണ് നമ്മുടെ റൂട്ട് ക്യാപ്സ് ഉണ്ടാവുക. സച്ച് റൂട്ട്സ് ഡെവലപ്പ് എക്സ്റ്റെൻസീവ്ലി വെൻ സൈക്കഡ്സ് ഗ്രോൺ അണ്ടർ മീസോഫൈറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ മീസോഫൈറ്റിക് കണ്ടീഷൻസിൽ ഉള്ള ജീവിക്കുന്ന ആ സൈക്കഡ്സിലാണ് കൂടുതലായിട്ടും അത്തരത്തിലുള്ള റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുക. ബ്രാഞ്ചിങ് ഓഫ് ദി റൂട്ട്സ് ഇസ് എൻഡോജീനസ് ഇൻ ഓൾ ജനറ എക്സെപ്റ്റ് ബൗവീനിയ വെർ ദേ ആർ എക്സോജീനസ്. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ട്സിൻ്റെ ബ്രാഞ്ചിങ് ഇപ്പോഴും എൻഡോജീനസ് ആയിരിക്കും, ബൗവീനിയയിൽ മാത്രം അത് എക്സോജീനസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സൈക്കഡ്സ് എപ്പോഴും ഡൈഷ്യസ് ആയിരിക്കും. പിന്നെ എബ്രഹാം ആൻഡ് മാത്യു ഇൻ 1962 റിപ്പോർട്ടഡ് ദാറ്റ് ദി ഒക്യൂറൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ഇൻ സൈക്കസ് പെക്റ്റിനാറ്റ. പക്ഷേ നമ്മുടെ 1962 എബ്രഹാമും മാത്യുവും പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ സൈക്കസ് പെക്റ്റിനാറ്റയിൽ നമ്മുടെ എക്സ് ആൻഡ് വൈ ക്രോമസോംസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചു. ദേ ഡിറ്റർമൈൻ ദി സെക്സ് ഓഫ് ദി പ്ലാന്റ്. ആ പ്ലാന്റ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഈ ക്രോമസോംസ് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇനി ഓൾ ദി ലിവിങ് ജെൻഡർ ഓഫ് എക്സെപ്റ്റ് സൈക്കസ് ബെയർ കോമ്പാക്ട് ഫീമെയിൽ കോൺസ് ദാറ്റ് ടെർമിനേറ്റ് ദ ഫീമെയിൽ പ്ലാന്റ്. അപ്പോൾ എല്ലാ ലിവിങ് ജെൻഡറയിലും സൈക്കസ് ഒഴികെ ബാക്കി എല്ലാ ലിവിങ് ജെൻഡറയിലും എന്താണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫീമെയിൽ കോൺസ് കാണും. ദാറ്റ് ടെർമിനേറ്റ് ഫീമെയിൽ പ്ലാന്റിനെ നമ്മൾ കാണിക്കുന്ന രീതിയിലുള്ള ഫീമെയിൽ കോൺസ് നമുക്ക് കാണാൻ സാധിക്കും. ദ ഗ്രോത്ത് ഓഫ് ദി ആക്സസ് ഇസ് കണ്ടിന്യൂഡ് ഇൻ പ്ലാന്റ് സച്ച് ഓഫ് ഡയൂൺ, സാമിയ, ബൗവീനിയ ബൈ ദി അപ്പിയറൻസ് ഓഫ് ദി അനദർ ബഡ് നിയർ ദി ബേസ് ഓഫ് ദി ഫീമെയിൽ കോൺ. അപ്പോൾ അതിൻ്റെ ആ ഗ്രോത്ത് ആക്സസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഡയൂൺ, സാമിയ, ബൗവീനിയ അതെന്താണ് ബൈ ദി അപ്പിയറൻസ് ഓഫ് അനദർ ബഡ് നിയർ ദി, അതായത് ഫീമെയിൽ കോണിൻ്റെ ബേസിൽ ഒരു അനദർ ബഡിൻ്റെ അപ്പിയറൻസ് പോലാണ് ഇതിങ്ങനെ ഗ്രോത്ത് ഇങ്ങനെ അതിൻ്റെ ആക്സസിൻ്റെ ഗ്രോത്ത് നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് ബഡ് ഗ്രോസ് ആൻഡ് പുഷസ് ദി ടെർമിനേറ്റ് ഫീമെയിൽ കോൺ ടു വൺ സൈഡ്. അപ്പോൾ ഈ ബഡ് ഇങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ ഫീമെയിൽ കോണിനെ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും എന്നാണ് പറയുന്നത്. In Cycas, the female plant possesses spirally arranged megasporophylls that alternate within the cataphyls and the foliage leaves. അപ്പോൾ സൈക്കസിൽ ഫീമെയിൽ പ്ലാന്റ് എപ്പോഴും സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മെഗാസ്പോറോഫിൽസ് ആയിരിക്കും. അത് അതിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് കാറ്റഫിൽസ് ആൻഡ് ഫോളിയേജ് ലീവ്സ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. In Cycas revoluta, the megasporophyll have a highly pinnate sterile part. അപ്പോൾ സൈക്കസ് റെവല്യൂട്ടയിൽ മെഗാസ്പോറോഫിലിന് ഹൈലി പിന്നീറ്റ് ആയിട്ടുള്ള സ്റ്റെറൈൽ പാർട്ട് ഉണ്ടായിരിക്കും ആൻഡ് സ്ലെൻഡർ പ്രോക്സിമൽ പാർട്ട് ദാറ്റ് ബിയേഴ്സ് സബ് ഓപ്പോസിറ്റ് പെയേഴ്സ് ഓഫ് ഒവ്യൂൾസ്. അപ്പോൾ സെൻട്രൽ പ്രോക്സിമൽ പാർട്ടിന് എന്താണ് സബ് ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടുള്ള ഒവ്യൂൾസ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ഡയൂണിൻ്റെ മെഗാസ്പോറോഫിലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ സൈക്കസിൻ്റെ മെഗാസ്പോറോഫിൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. In other genera, the megasporophylls are arranged compactly around a central axis to form a definite strobilus or the cone that is terminal. അപ്പോൾ മറ്റ് ജെൻഡറയിൽ മെഗാസ്പോറോഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടാണ് ഒരു സെൻട്രൽ ആക്സിസിൻ്റെ ചുറ്റും അറൗണ്ട് ഒരു ഇതായിരിക്കുന്നത്. സെൻട്രൽ ആക്സിന് ചുറ്റുമായിട്ടാണ് കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് കാണുന്നത് ടു ഫോം എ ഡെഫിനിറ്റ് സ്ട്രോബാലസ് ഓർ ദി കോൺ ദാറ്റ് ഇസ് ടെർമിനൽ. എന്നിട്ട് അതെന്തായിട്ട് മാറുന്നു, ഒരു ഡെഫിനിറ്റ് കോൺ അല്ലെങ്കിൽ സ്ട്രോബൈലസ് ആയിട്ട് മാറുന്നു എന്നാണ് അത് ടെർമിനൽ പോർഷനിലായിരിക്കും കാണപ്പെടുന്നത്. ഇത് ഫീമെയിൽ കോൺസ് ആൻഡ് ഡയൂൺ സ്പൈനിലോസ മേ ഗ്രോ അപ് ടു 2 feet tall when mature. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഡയൂൺ സ്പൈനിലോസത്തിലുള്ള ഫീമെയിൽ കോൺ എന്താണ് മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 2 feet tall വരെ വളരും എന്നാണ് പറയുന്നത്. ദ ഫീമെയിൽ കോൺസ് ഇൻ മാക്രോസാമിയ ഡെൻസോണി ആർ അപ് 70 centimeter long. അപ്പോൾ മാക്രോസാമിയ ഡെനിസോണിയിൽ ഏകദേശം 70 centimeter നീളം വരും നമ്മുടെ ഫീമെയിൽ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. In Zamia pygmea, there are only 2 centimeter long and are smallest among cycads. അപ്പോൾ സാമിയ പിഗ്മിയയിൽ എന്താണ് അത് ഏകദേശം 2 centimeter ലോങ് ഉണ്ടാവുള്ളൂ. ഈ സൈക്കഡ് ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ മെഗാസ്പോറോഫിൽ അതിൻ്റെ ഇരിക്കുന്നതാണ് പറഞ്ഞത്, കോൺ അതിൻ്റെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. The megasporophylls in the cone-bearing genera have a distal sterile laminate portion. അപ്പോൾ നമ്മുടെ എന്താ പറയുക കോൺ ബെയറിംഗ് ആയിട്ടുള്ള മെഗാസ്പോറോഫിൽ ജനറയിൽ ഒരു ഡിസ്റ്റൽ ആയിട്ടുള്ള സ്റ്റെറൈൽ ലാമിനേറ്റ് പോർഷൻ ഉണ്ടായിരിക്കും. അത് സിമ്പിളായിരിക്കും. അതിന് സ്റ്റോക്ക് ലൈക്ക് പോർഷൻ ദാറ്റ് ബേസ് 2 or 3 ഒവ്യൂൾസ്. അതിന് സ്റ്റോക്ക് ലൈക്ക് പോർഷൻസ് ഉണ്ടായിരിക്കും. അതിൽ 2 or 3 ഒവ്യൂൾസ് ഒവ്യൂൾസ് മൈക്രോ പൈൽസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി കോൺ ആക്സിസ്. അതിൽ ഒവ്യൂൾസ് ഉണ്ടായിരിക്കും. ആ മൈക്രോ പൈൽസ് എപ്പോഴും കോൺ ആക്സിസിനോട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്.
ഇനി പിക്ചറിൽ ഇൻ സാമിയ ആൻഡ് മൈക്രോസാമിയ ദ സ്പോറോഫിൽസ് ആർ പെൽറ്റേറ്റ്. അപ്പോൾ സാമിയയിലും മാക്രോസാമിയയിലും സ്പോറോഫിൽസ് എന്താണ്, പെൽറ്റേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിക്ചർ ഇയും ഡിയും. പിക്ചർ ഇ ആണ് സാമിയ, മാക്രോസാമിയ. പിക്ചർ ഡി അതവിടെ പെൽറ്റേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. The Cycas megasporophylls are regarded to the most primitive due to its leaf-like nature. അപ്പോൾ നമ്മുടെ സൈക്കസിന് മെഗാസ്പോറോഫിലാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് ലൈക്ക് നേച്ചറായ കാരണം കൊണ്ടാണ്. In the Strobilophorus cycads, the megasporophylls have 2 or 3 ovules and distal part through the laminate does not appear leaf-like and it's never pectinate. This is the intermediate stage. അപ്പോൾ സ്ട്രോബൈലിഫറൈസ് ആയിട്ടുള്ള സൈക്കറ്റ്സിൽ അതിൻ്റെ മെഗാസ്പോറോഫിൽസിൽ 2 or 3 ഓവ്യൂൾസ് ഉണ്ടായിരിക്കും. അത് അതിൻ്റെ ഡിസ്റ്റൽ പാർട്ട് ത്രൂ ലാമിന ഡസ് നോട്ട്, അതായത് അതിൻ്റെ ഡിസ്റ്റൽ പാർട്ടിൽ വെച്ച് ലാമിന എന്താണ്, ലീഫ് ലൈക്ക് ആയിരിക്കില്ല, ഡസ് നോട്ട് എപ്പിയർ ലീഫ് ലൈക്ക്. അതൊരിക്കലും പെക്റ്റിനേറ്റും ആയിരിക്കില്ല. അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നു. The final stage which is regarded as the advanced and the more are the peltate sporophylls of Samia, Microsamia, which bear the 2 ovules. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ അത് അഡ്വാൻസ്ഡ് ആയിരിക്കും. പെൽറ്റേറ്റ് ഓഫ് സ്പോറോഫിൽസ് ഇൻ സ്പാമിയ, അതായത് പെൽറ്റേറ്റിലായിട്ടുള്ള സ്പോറോഫിൽസ് സാമിയയിലും പിന്നെ മാക്രോസാമിയയിലും വിച്ച് ബേസ് 2 ഓവ്യൂൾസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. The ovules are foliar in origin and the cycads is phyllospamous. അപ്പോൾ ഓവ്യൂൾസ് ഒരു ഫോളിയർ ഒറിജിൻ ആയിരിക്കും കാണിക്കുന്നത്, പിന്നെ സൈക്കറ്റ്സ് ഫില്ലോസ്പെർമസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് കോണ്ടോംസ്. The formation of condoms is a characteristic in the vascular structure of Strobilus female Cycadaceae. ഇപ്പോൾ സ്ട്രോബൈലസ് ആയിട്ടുള്ള ഫീമെയിൽ സൈക്കഡേസിൽ കാണപ്പെടുന്ന ഒരു വാസ്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്, കോണ്ടോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമേഷൻ. These condoms consist of a convex or dome-shaped vascular strands that crosses the pith at intervals. അപ്പോൾ ഈ കോണ്ടോംസിൽ എന്താണ്, കോൺവെക്സ് അല്ലെങ്കിൽ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള വാസ്കുലർ സ്ട്രാൻഡ്സ് കാണാൻ സാധിക്കും. ദാറ്റ് അക്രോസ് ഓഫ് ദി പിത്ത് അറ്റ് ഇൻ്റർവെൽസ്, അതായത് നമ്മുടെ ഇൻ്റർവെൽസിലുള്ള പിത്തിനെ അക്രോസ് ചെയ്തിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. These can be seen in longitudinal section of the stem below the insertion of the strobilus. അപ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് സ്റ്റെമ്മിൻ്റെ ആ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷനാണ്, അതായത് ബിലോ ദി ഇൻസേർഷൻ ഓഫ് സ്ട്രോബൈലസ്. സ്ട്രോബൈലസിൻ്റെ ഇൻസേർഷന് തൊട്ട് താഴെയുള്ള സ്റ്റെമ്മിൻ്റെ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷനിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. The presence of these domes is an anatomical proof of sympodal nature of the stem. അപ്പോൾ സ്റ്റെമ്മിന് ഒരു സിംപോഡൽ നേച്ചർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആനാറ്റമിക്കൽ പ്രൂഫാണ് ഈ കോണ്ടോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നമുക്കിനി നോക്കാം. The stem grows further by the formation of a new meristem or bud that appears a little lateral to the base of the strobilus. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്ട്രോബൈലസിൻ്റെ ബേസിലായിട്ട് ഫോം ചെയ്യുന്ന ഒരു മെരിസ്റ്റം അല്ലെങ്കിൽ ഒരു ബഡിൻ്റെ ഫോർമേഷൻ വഴിയാണ് നമ്മുടെ സ്റ്റെമ്മ് പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് വളരുന്നതെന്നാണ് പറയുന്നത്. അതൊരു എക്സ്പ്ലനേഷനാണ്. The meristem becomes active and stems start growing during this process and cone is pushed aside. അപ്പോൾ ഈ മെരിസ്റ്റം ഇങ്ങനെ ആക്റ്റീവ് ആവുന്ന സമയത്ത് സ്റ്റെമ്മ് നന്നായിട്ട് വളരാൻ തുടങ്ങും. അങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോണിനെ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് പുഷ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് വാസ്കുലർ സപ്ലൈ ടു പുഷ് ടു വൺ സൈഡ്. അപ്പോൾ അതിൻ്റെ വാസ്കുലർ സപ്ലൈയും എന്താണ്, ഒരു സൈഡിലേക്കായിട്ട് പുഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. This pushing exerts pressure on the cone vascular strand which becomes the dome shaped. അപ്പോൾ ഈ ഒരു നല്ല പ്രഷറിൽ ഇതിങ്ങനെ എക്സേർട്ട് ചെയ്തിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ആ വാസ്കുലർ സ്ട്രാൻഡ് എന്തായിട്ട് മാറുന്നു, ഒരു ഡോം ഷേപ്ഡ് ആയിട്ട് മാറുന്നു. ആൻഡ് ഇറ്റ്സ് സീൻ ട്രാൻസ്വേഴ്സ് ദ പിത്ത്. അപ്പോൾ പിത്തിന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് അത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. The combdomes are not present in the monopodial female plants of Cycas. അപ്പോൾ സൈക്കസിലെ മോണോപോഡിയൽ ആയിട്ടുള്ള ഫീമെയിൽ പ്ലാന്റ്സിൽ നമുക്ക് ഒരിക്കലും കോണ്ടോംസ് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കോംഡോംസിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈക്കസ് സർസിനാലിസിൻ്റെ മെയിൽ കോൺ ഏകദേശം ഇങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്. ദി മെയിൽ കോൺസ് എമംഗ് Cycadaceae are terminal except in Microsamia murae where they arise in axils of leaves. അപ്പോൾ എന്താ പറയുക, മെയിൽ കോൺസ് എമംഗ് Cycadaceae ആർ ടെർമിനൽ. അപ്പോൾ സൈക്കഡേസിലെ മെയിൽ കോൺസ് എപ്പോഴും ടെർമിനലായിരിക്കും. പക്ഷേ മൈക്രോസാമിയ മുറയിൽ അതെന്താണ്, ലീഫിൻ്റെ ആക്സിൽസിലാണ് അറൈസ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര കോമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. അത് ബെയറിങ് ന്യൂമറസ് സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈക്രോസ്പോറോഫിൽസ് നമുക്കവിടെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അത് മൈക്രോസ്പോറോഫിൽസ് സിമ്പിളായിരിക്കും, കോണിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫെർട്ടൈൽ ആൻഡ് സ്റ്റെറൈൽ പോർഷൻസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
The sterile distal end is usually produced into single spinous projection in cycas, diune and macrosomia. അപ്പോൾ സ്റ്റെറൈൽ ഡിസ്റ്റൽ എൻഡ് എന്താണ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്പൈനസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അതായത് സൈക്കസിൽ, ഡയൂണിൽ, മാക്രോസാമിയയിൽ. ഇൻ സെറാറ്റോസാമിയ ദർ ആർ 2 such പ്രൊജക്ഷൻസ്. അപ്പോൾ സെറാറ്റോസാമിയയിൽ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് 2 ഉണ്ട്. പിന്നെ ദർ ഈസ് നോ സ്റ്റെറൈൽ പ്രൊജക്ഷൻ ഇൻ സാമിയ. പക്ഷേ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് സാമിയയിൽ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോസ്പോറോഫിൽസിൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈക്കഡേസിയയിൽ അതിൽ ഫസ്റ്റ് എ സൈക്കസ് സെർസിനാൽസ്, ബി ഡയൂൺ സ്പ്രൈനുലോസം, സി സെറാറ്റോസാമിയ, പിന്നെ ഡി സാമിയയിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ദി മൈക്രോസ്പൊറാഞ്ചിയ ഒക്യൂർ ഓൺ ദി ലോവർ സർഫേസ് ഓഫ് ദി മൈക്രോസ്പോറോഫിൽസ്. അപ്പോൾ മൈക്രോസ്പോറോഫിൽസിൻ്റെ ലോവർ സർഫേസിലാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് മേ ഏതർ കംപ്ലീറ്റ്ലി കവർ ഓർ ഇറ്റ് മേ ഒക്യൂർ 2 സോൺസ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് എന്താണ് 2 സോൺസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. There may be over 1000 in cycas and diune and slightly lesser in macrosamia and ceratosomia. അത് ഏകദേശം സൈക്കസിലും ഡയൂണിലും 1000 വരെ വരും. പക്ഷേ ആൻഡ് സ്ലൈറ്റ്ലി ലെസർ ഇൻ സെറാറ്റോസാമിയയിലും മാക്രോസാമിയയിലും കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. In Samia furfuraceae there may be only 5 to 6 microsporangia per microsporophil. അപ്പോൾ സാമിയ ഫുർഫുറേസിയയിൽ ഒരു മൈക്രോസ്പോറോഫിലിൽ ഏകദേശം 5 to 6 മൈക്രോസ്പോറാഞ്ചിയ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. The microsporangia appear to be arranged in a continuous mass, but in a closer examination they are found to be arranged in distinct groups of 2 or more. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മൈക്രോസ്പോറാഞ്ചിയ നമുക്കൊരു കണ്ടിന്യൂസ് മാസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തോന്നും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നോക്കുന്ന സമയത്ത് അതിന് നമുക്ക് എന്താ പറയുക 2 അല്ലെങ്കിൽ അധികം ഡിസ്റ്റിൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് സോറ എന്ന്. ദ സ്പൊറാഞ്ചിയ ഓഫ് ഗിവൻ സോറസ് ഹാവ് വാസ്കുലർ സപ്ലൈ. അപ്പോൾ ഈ ഓരോ ഗിവൻ സോറസിലുള്ള സ്പൊറാഞ്ചിയ എന്താണ് വാസ്കുലർ സപ്ലൈ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദ സ്പൊറാഞ്ചിയ ഡിഹിസൈസ് ബൈ മീൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ലിറ്റ്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ലിറ്റ് നടക്കുന്ന സമയത്താണ് സ്പൊറാഞ്ചിയ ഡിഹൈസ് ചെയ്യുന്നത്. പിന്നെ ഇൻ സൈക്കസ് റെവല്യൂട്ട ആൻഡ് സൈക്കസ് സെർസിനാലിറ്റിസ് ബൈസ്പൊറാഞ്ചിയ ആയിട്ടുള്ള സിനാൻജിയ നമുക്ക് കാണാൻ സാധിക്കും. ദി ആർ ഫ്യൂസ്ഡ് എക്സ്റ്റേണലി ആൻഡ് ആർ യൂണിലോക്കുലർ. അത് എന്താണ് എക്സ്റ്റേണലി അത് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് യൂണിലോക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്.